യുവാക്കളെയും മധ്യവർഗത്തെയും ലക്ഷ്യമിട്ട മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് തൊഴിൽ, നൈപുണ്യ വികസനം, അടിസ്ഥാന സൗകര്യം, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്കാണ് ഊന്നൽ. മുദ്ര ലോൺ പദ്ധതി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി. മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് 5000 രൂപ അലവൻസും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഴാം ബഡ്ജറ്റ് പ്രസംഗവും നിർമ്മലാ സീതാരാമൻ വായിച്ചു തുടങ്ങിയത് നേട്ടങ്ങളക്കമിട്ട്. യുവാക്കൾ, കർഷകർ, പാവങ്ങൾ, വനിതകൾ എന്നിവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നതാണ് തന്റെ ബഡ്ജറ്റ് എന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. We need to focus on 4 major castes, namely the Garib, Mahilaye, Yuva and Annadata, the poor, women, youth and the farmer. പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ: യുവാക്കൾക്കായി 2 ലക്ഷം കോടിയുടെ പദ്ധതി, 1.48 ലക്ഷം കോടി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തൊഴിൽ നൈപുണ്യത്തിനും, കൃഷിക്ക് 1.52 ലക്ഷം കോടി രൂപ, സംസ്ഥാനങ്ങളുമായി ചേർന്ന് 400 ജില്ലകളിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 5 വർഷത്തേക്ക് നീട്ടും, തദ്ദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് 10 ലക്ഷം രൂപ വരെ വായ്പ 3% പലിശ ഇളവിൽ ലഭ്യമാക്കും, സ്വർണം, വെള്ളി ഇവയുടെ ഇറക്കുമതി നികുതി 6% കുറച്ചു, 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ, ആദ്യമായി സ്വകാര്യ മേഖലയിൽ ജോലിക്ക് കയറുന്ന എല്ലാവർക്കും EPFO അംഗമാകുമ്പോൾ 1 മാസത്തെ ശമ്പളം സർക്കാർ നൽകും, തൊഴിലുടമകൾക്ക് 4 വർഷത്തെ PF സഹായ പദ്ധതി, PM ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കും, വനിതകൾക്കും പെൺകുട്ടികൾക്കുമായി 3 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക പദ്ധതി, മുദ്രാ ലോണിന്റെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി വർദ്ധിപ്പിച്ചു, സ്വകാര്യ മേഖലയിലെ 500 പ്രധാന കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് 5000 രൂപ പ്രതിമാസം ലഭിക്കും, 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 14 നഗരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക പദ്ധതി, 11,11,111 കോടി രൂപ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വിനിയോഗിക്കും, ഹിമാചൽ പ്രദേശ്, അസം, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നിവയ്ക്കായി വെള്ളപ്പൊക്ക നിവാരണ പദ്ധതി, അർബുദ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളെ കൂടി കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി. Medicine and medical equipments to provide relief to cancer patients. I propose to fully exempt 3 more medicines from customs duties. എല്ലാ സാമ്പത്തികേതര ആസ്തികളുടെയും ദീർഘകാല മൂലധന നേട്ടത്തിന് 12.5% നികുതി നിരക്ക് ഈടാക്കും. അറ്റ നികുതി വരുമാനം 23.83 ലക്ഷം കോടി രൂപയും ധനക്കമ്മി GDPയുടെ 4.9%. ജനപ്രിയ നിർദ്ദേശങ്ങൾ ചേരുംപടി ചേർത്താണ് നിർമ്മലാ സീതാരാമൻ ഇക്കുറി ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഫലത്തിൽ പറയാം. പക്ഷേ ഈ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ വിഭവ സമാഹരണം എങ്ങനെ വേണം എന്നതിൽ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നീതി പുലർത്തുന്നു എന്നത് സംശയമുണർത്തുന്നു. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24.